We will not forget our Constitution, and we will not forget our God. Can't do that. I was saved by God to make America great again. ലോക സുവിശേഷവൽക്കരണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലൂടെ ജനുവരി 20 നടന്ന 47ാമത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വളരെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നടന്നൊരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ആ ചടങ്ങിൽ ഏകദേശം 50,000 ബൈബിളുകളോളം വിതരണം ചെയ്തതായി പറയപ്പെടുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ചത് സ്വന്തം അമ്മ ഉപയോഗിച്ച ബൈബിളും അമ്മ സമ്മാനിച്ച ബൈബിളും ലിങ്കൺ ബൈബിളുമാണ്. ഇതിൽ നിന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന ദൈവവചനം അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. 78 വയസ്സായ അദ്ദേഹത്തിന് ഒരു ദീർഘായുസ് തന്നെയാണല്ലോ, ഇപ്പോൾ ഉള്ള വ്യക്തി തന്നെയാണല്ലോ. 2 ജെൻഡർ അദ്ദേഹം പ്രഖ്യാപിച്ചു മാത്രമേ ഉള്ളൂ എന്ന്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ, ആണും പെണ്ണും മാത്രം. ബൈബിളിൽ ഉൽപ്പത്തി 1:27 പൂർത്തീകരണമാണ് ഇതിലൂടെ സംഭവിച്ചത്. ഉൽപ്പത്തി 1:27 ഇപ്രകാരം ദൈവം പറയുന്നു, സ്ത്രീയും പുരുഷനുമായി അവരെ ദൈവം സൃഷ്ടിച്ചു. ഭ്രൂണഹത്യക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു ധീര നേതാവായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഒപ്പം തന്നെ സ്വർഗ അനുരാഗത്തിനെതിരായിട്ടും സ്വർഗ വിവാഹത്തിനുമെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ കടന്നു പോകുന്ന ഏറ്റവും വലിയ പാവപ്പര മേഖലകളാണല്ലോ ഭ്രൂണഹത്യയും ഈ സ്വർഗ അനുരാഗ പ്രവർത്തനങ്ങളും. അതിനെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ധീരമായി ഉയർന്നു കേൾക്കാം. അമേരിക്ക ദൈവത്തെ മറക്കില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം ചടങ്ങിൽ പ്രസ്താവിച്ചതായും കേട്ടു. അത് തന്നെ ഒരു വലിയ സുവിശേഷ പ്രഘോഷണമല്ല, ദൈവത്തിന് അടിയറ വെച്ചുകൊണ്ടുള്ള, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ഒരു ഭരണമല്ലേ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം അമേരിക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മൊത്തം വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായിരുന്നില്ല ദൈവത്തെ മറക്കരുത് എന്നുള്ളത്. സുവിശേഷവൽക്കരണത്തിന്റെ ഒരു കാഹളമാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ട്രംപ് ഈസ് ദ ട്രംപറ്റ് എന്നാണല്ലോ. ദൈവജനമായ ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ നയങ്ങൾ, അദ്ദേഹം അത്തരം നയങ്ങൾ സ്വീകരിക്കുന്ന വഴിയായി ദൈവത്തെ അംഗീകരിക്കുക കൂടി ചെയ്യുന്നു. ലോക സമാധാനത്തിന്റെ സുവിശേഷകനായിട്ട് നമുക്ക് ട്രംപിനെ കാണാം. യേശു വാഗ്ദാനം ചെയ്ത യഥാർത്ഥ സമാധാനത്തിന്റെ ദീപശിഖയുമേന്തി ലോകത്തിന് മാതൃകയായി ട്രംപ് മാറുന്നു. യഥാർത്ഥ സമാധാനം നൽകാമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അന്തിക്രിസ്തു എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്ന ഈ കാലയളവിൽ യേശുവിനോടൊപ്പം നിന്നുകൊണ്ട് യേശു പ്രഖ്യാപിച്ച യഥാർത്ഥ സമാധാനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ഭരണാധികാരി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ഭരണാധികാരി, ആ യഥാർത്ഥ സമാധാനം യേശുവിലൂടെ പ്രഖ്യാപിച്ച ഒരേ ഒരു ഭരണാധികാരിയാണല്ലോ ഡൊണാൾഡ് ട്രംപ്. സ്ഥാനാരോഹണ വേളയിൽ തന്റെ മുൻഗാമികളായ ദൈവവിശ്വാസം ഒട്ടും തന്നെ ഇല്ലാത്ത മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുമ്പിൽ ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും ദൈവത്തെ ഉയർത്തിക്കാട്ടിയതിലൂടെ ആ ചടങ്ങിൽ ഒരു ദൈവവചന പ്രഘോഷണം കൂടിയല്ലേ നടന്നത്. ലോകം മുഴുവൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിച്ചത് വഴിയായി ഒരു ദൈവിക സന്ദേശം വിളമ്പുകയല്ലേ ചെയ്തത്. ലോകത്തിന്റെ മുമ്പിൽ ട്രംപ് ഒരു വലിയ മാതൃകയായി മാറുകയായിരുന്നു ചെയ്തത്. ട്രംപിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർത്തീകരിക്കുവാൻ ലോകം മുഴുവൻ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. മറ്റു ലോക നേതാക്കൾക്കും അദ്ദേഹം കാട്ടിത്തരുന്ന വഴികൾ അനുകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ലോക സമാധാനത്തിനുള്ള ഒരു നല്ല മാതൃക ട്രംപിലൂടെ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. With every breath in my body, and I will never ever let you down. We'll make America great again.